വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓണം ഇങ്ങ് വരുമല്ലേ, അപ്പോൾ ഞാൻ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ എനിക്ക് പറയാൻ ഒരുപാട് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഈ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിളും ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സും ഉണ്ട്. എങ്ങനെയാണ് ഞാനൊരു ഓണത്തിന് ഒരുങ്ങുന്നതെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പിലിഗ്രിമിൻ്റെ ഈ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സൺസ്ക്രീനെ പറ്റി റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട് ഈ സൺസ്ക്രീനെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു ഓണം മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ. എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ എനിക്കിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് യൂട്യൂബ് ചാനലിലേലും അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരുന്നു ഓണം മേക്കപ്പ് ലുക്ക്. അപ്പോൾ എല്ലാ ഓണത്തിനും ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ എങ്ങനെയാണോ ഒരുങ്ങുന്നത് അതേ കണക്ക് ഒരുങ്ങി വീഡിയോ ഒക്കെ പിടിച്ച് അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും. അന്നെനിക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് എൻ്റെ ഫോണിൽ തന്നെ വെച്ച് ഞാൻ തന്നെ കണ്ട് സൈജ് വരാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2020 ഞാനൊരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം അന്ന് ഞാനിങ്ങനെ എല്ലാത്തരം യൂട്യൂബ് വീഡിയോസ് ചെയ്തില്ല, ഇങ്ങനെ ഓണത്തിന് ഓണം മേക്കപ്പ് ലുക്ക്, ക്രിസ്മസിന് ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോ ചെയ്യുമായിരുന്നു. അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മേക്ക് ഇറ്റ് ലിവ് മേക്ക് ഇറ്റ് എന്ന് പറയുന്ന കണക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, എന്തുകൊണ്ട് അതുകൊണ്ട് ഒരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്തുകൂടാ. അങ്ങനെയാണ് ഇന്ന് ഞാൻ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് CC ക്രീമാണ്. ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാക്മേയുടെ 9 to 5 CC ക്രീമാണ്. ഞാൻ കുഞ്ഞതാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം ഞാൻ വല്ല പരിപാടിക്കൊക്കെ ഇങ്ങനെ CC ക്രീമൊക്കെ ഇടാറുള്ളൂ, അല്ലാത്ത പക്ഷം ഞാൻ ഇടാറില്ല. അപ്പോൾ പിന്നെ എന്തിനാ വേസ്റ്റ് ആക്കുന്നത് വെച്ചിട്ടുണ്ട് ഈ ചെറുതാണ് വാങ്ങിയത്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഹണിയാണ്. ഇതാണോ എൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഹണിയാണ് എൻ്റെ ഷെയ്ഡെന്ന്. ബട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഹണിയാണ്. ഹണി അല്ല എൻ്റെ ഷെയ്ഡ്. ഞാൻ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഹണി എനിക്ക് ഭയങ്കര ലൈറ്റർ ഷെയ്ഡാണ്, പക്ഷെ ഞാൻ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഹണി എനിക്ക് നല്ല ലൈറ്റർ ഷെയ്ഡാണ്, പക്ഷെ ഇത് വാങ്ങിയ സ്ഥിതിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. CC ക്രീമിന് ഇതിൽ ഷെയ്ഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അത്രയും ബോധമൊക്കെ വന്നത്. ഇത് എൻ്റെ ഷെയ്ഡല്ലാത്തതിൻ്റെ കുറച്ച് അപാകതകൾ നിങ്ങൾക്ക് കാണാം, പക്ഷേ അത് ഇഗ്നോർ ചെയ്യുക. ക്യാമറയിൽ അത് ഭയങ്കരമായിട്ട് ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് നമ്മൾ മിററിൽ നോക്കുമ്പം ക്യാമറ കാണുന്ന അതേ കണക്കത്തെ ഒരു എഫക്റ്റ് ഇല്ല. കുഴപ്പമില്ലാത്ത കണക്ക് എനിക്ക് ചേർന്ന് പോകുന്നുണ്ട് ഇത്, പക്ഷെ ക്യാമറയിൽ ഒരിത്തിരി ഓവറായിട്ടാണ് ഇത് കാണിക്കുന്നത്. അറിയില്ല, ഈ ക്യാമറയിൽ കാണുന്ന ഇത്രയും കണക്കൊരു വ്യത്യാസമില്ല കേട്ടോ. നേരിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പം ഓണത്തിന് ഞാൻ ഈ CC ക്രീം ഇടാൻ ഉള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഐ എം ഹാപ്പി വിത്ത് മൈ സൺസ്ക്രീൻ. ഇനി ഞാൻ ഈ കാജൽ കൊണ്ട് മുകളിൽ വരച്ചു കൊടുക്കുകയാണ്. അടുത്താണ് എന്നെ സംബന്ധിച്ചൊരു ടാസ്ക്. എനിക്ക് കണ്ണിൻ്റെ താഴെ എഴുതി കൊടുക്കണം. എനിക്ക് നല്ല കണ്ണിൽ നിന്ന് വെള്ളം വരും, എനിക്ക് ഇത്ര പാടാണോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കാര്യമായിട്ട് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെയ്യാറുള്ളൂ. താഴത്തെ വാട്ടർ ലൈൻ എഴുതാൻ വേണ്ടി ഞാൻ ലാക്മേയുടെ ഐക്കോണിക് കാജലാണ് ഇവിടെ എടുക്കുന്നത്. നോക്കാം, കണ്ണിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും ചെയ്യാത്ത പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഓടായിട്ട് തോന്നുന്നുണ്ട്. ഈ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇടാൻ പ്ലാൻ ചെയ്ത ഏറ്റവും ഡാർക്കർ, ഈ പാലറ്റിൽ തന്നെ റെഡിൽ ഏറ്റവും ഡാർക്കർ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഈ ഉള്ളതിൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെനിക്ക് നല്ല വാഷ് ഔട്ട് ചെയ്യുന്നൊരു ഷെയ്ഡാണ്.
ഇതാണ് നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഈ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത ഓണം വിശേഷങ്ങളുമായി കാണുന്നത് വരെ ബൈ.